ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പട്ടിശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. നാളെ ഇവിടുത്തെ നിറമാല മഹോത്സവമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇന്ന് നടക്കുന്ന മെഗാ തിരുവാതിരക്കളിയാണ് കേട്ടോ. ഇനി നമുക്ക് ഔദ്യോഗികമായ ചടങ്ങുകളിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് തന്നെ സ്വാഗതമാണ്. സ്വാഗതം അർപ്പിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരായിട്ടുള്ള റിട്ടയർഡ് അധ്യാപകരും പട്ടിശ്ശേരിയുടെ അഭിമാനം വാനോളം എത്തിച്ച കഥകളി കലാകാരനുമായ ശ്രീരാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, പട്ടിശ്ശേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ ഇന്ന് നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത് പട്ടിശ്ശേരിയുടെ അഭിമാനമായ കൃഷ്ണകൃപ കൈകൊട്ടിക്കളി സംഘത്തിന്റെ 2ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ലളിതമായ ഈ ചടങ്ങ് പട്ടിശ്ശേരി തേവരുടെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ ഇവർക്ക് പറയാനുള്ളത് വലിയ ഒരു അഭിമാനകരമായ നേട്ടം തന്നെയാണ്. കാരണം 2 വർഷക്കാലം കൊണ്ട് 111 വേദികളിൽ ഏകദേശം 57ഓളം കീർത്തനങ്ങൾക്ക് ചുവട് വെച്ചിട്ടുള്ളവരാണ് ശ്രീകൃഷ്ണ സംഘം. അതുകൊണ്ട് തന്നെ പട്ടിശ്ശേരിയുടെ പേര് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം എത്തിച്ച ഇവർക്ക് ആദ്യം തന്നെ നമുക്ക് വലിയൊരു കൈയടി കൊടുക്കാം എന്ന് വിചാരിക്കുന്നു. കൃഷ്ണകൃപ കൈകൊട്ടിക്കളി സംഘത്തെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പേര് അമ്മു ചേച്ചിയുടേത് തന്നെയാണ്. അത് നമുക്കറിയാം, എപ്പോഴും നമ്മൾ പറയാറുണ്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന്. നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ എല്ലാവരുടെയും അമ്മമാരെയും ചേച്ചിമാരെയും എല്ലാം ഇന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്ന് ഇത്തരത്തിൽ വേദികളിൽ നൃത്തം ചെയ്യാനുള്ള പാകത്തിലേക്ക് എത്തിച്ച ആദ്യത്തെ ചുവട് എടുത്തു വെച്ചത് അമ്മു ചേച്ചിയാണ്. അതിനുള്ള നന്ദി ഈ 2ാം വാർഷികത്തിന്റെ വേളയിൽ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ വരാമെന്ന് സ്വീകരിച്ചത്. ഞങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങിയത്. പക്ഷേ വീട്ടിലെ ഇല്ലത്ത് തന്നെ ഒരു മരണം സംഭവിച്ച കാരണം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അത് പ്രധാന കാരണം. ഇന്നലെ ഞാനാണ് പെട്ടെന്ന് ആകസ്മികമായ മരണമായിരുന്നു. കടയിലേക്ക് പ്രവേശിക്കുകയാണ്. പട്ടിശ്ശേരി പോലെയുള്ള ഒരു ഉൾഗ്രാമത്തിൽ നിന്ന് അത് അതിൻ്റെ എല്ലാ വിധത്തിലുമുള്ള ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വലിയ ശോഭയെ പ്രദാനം ചെയ്തുകൊണ്ട് അതിൻ്റെ ചുറ്റുമുള്ള ദേശങ്ങളിലേക്കും ദേശാന്തരങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ട് അതിൻ്റെ പരിപാടികൾ 100-ലധികം കഴിഞ്ഞു എന്ന് അതിൻ്റെ സംഘാടകരും ആമുഖമായും ഇവിടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു തന്നെ വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുന്നു. ഈ സയനത്തിന് ഈ സന്ധ്യയെ കൂടുതൽ കഴിഞ്ഞ ഓണത്തിന് അദ്ദേഹം എല്ലാ കൊല്ലം ഓണം 10 ദിവസം 10 പാട്ടുകൾ, പുതിയ പാട്ടുകൾ രചിക്കും. എല്ലാ കൈകൊട്ടിക്കളി ടീമുകൾക്കും കൊടുക്കും. ചെറിയ ഉപഹാരം കൂടി സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ശ്രീ ഗുരുവായൂരപ്പൻ കളി സംഘം വളർന്ന് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് പട്ടിശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നാളെ നടക്കുന്ന ധർമ്മയോടനുബന്ധിച്ച് പട്ടിശ്ശേരിയിലെ കൃഷ്ണകൃപ കൈകൊട്ടിക്കളി സംഘത്തിന്റെ 2ാം വാർഷികത്തോടുമായി നടത്തുന്ന ഈ പൊതുപരിപാടിയിൽ പങ്കെടുത്ത ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിങ്ങൾ എന്ത് പറയുന്ന കാര്യത്തിനും ഇവിടെ എത്തിച്ചേരുന്നത്. കണ്ണൂർ പട്ടിശ്ശേരിയിലെ നെഞ്ചോട് ചേർത്തിട്ട് വീക്ഷിക്കുന്ന ഒരാളാണ്. നമ്മുടെ സംസ്കാരം പലതും കൊഴിഞ്ഞു പോയപ്പോഴും ഇവിടെയുള്ള ആൾക്കാർ അതിനെ നമ്മുടെ ധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അത്രയധികം സ്നേഹത്തോടു കൂടി വീക്ഷിച്ചിരുന്ന ഒരാളാണ്. അന്ത്യവന്താവിനെയും
അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെയും സജീവമായ ഒരു അംഗം കൂടിയാണ് ഞാൻ. അപ്പോൾ എല്ലാ അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ അതിൽ വല്ല അപാകത ഉണ്ടാവും. ഞാനൊരു വിളക്ക് സംഘം കൊണ്ട് നടന്നിട്ട്, അതായത് ഇപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് നല്ല അറിയാം. അപ്പോൾ ഈ സംഘത്തിന് 117 120 സ്റ്റേജുകൾ അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ സംഘാടകരെ ഞാൻ ഒരുപാട് സ്മരിക്കും. എന്തെന്നാ പറയുക, അവരോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. തന്നെ എല്ലാവർക്കും നല്ലൊരു സന്തോഷവും നല്ലൊരു ബഹുമാനവും അമ്പലത്തിനോട് കൂടി ഉണ്ടായി. അത് ഇവിടുത്തെ എല്ലാ ജനങ്ങളുടെ ഒരു പെരുമാറ്റവും എല്ലാം കൂടി ആയതുകൊണ്ടാണ്. ആദ്യം പട്ടിശ്ശേരി ഈ അമ്പലത്തിൽ ഒരാൾ വരാനോ ഇരിക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും നേരത്തെ പറഞ്ഞ ഈ കളി കാട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ തെളിയിപ്പിക്കുന്നില്ല. നേരത്തെ മനോഹരത്തെ പറഞ്ഞതാണ് കാര്യം. അതായത് പട്ടിശ്ശേരി എന്നുള്ള പേര് ഞാൻ ചെറുപ്പം മുതൽ തന്നെ പുറമെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ പട്ടിശ്ശേരി ദേശത്തിന്റെ ഈ പേര് ആ യശസ് ഉയർന്ന് കൊണ്ടുവരുന്നത് പട്ടിശ്ശേരി മകാത്തൂർ ഗോവിന്ദനായ സ്മാരക സംഘം എന്ന ആ പേരായിരുന്നു. അത് ഒരിക്കൽ കൂടി വീണ്ടും ഒരു തിരുവാതിര അത് നമ്മൾ കൂടുതൽ ഉണ്ടായിരിക്കും. വെളുപ്പാട്ടധികവും ആളുകളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് നമ്മളുടെ അമ്മമാരുടെ ഈ ഭാഗത്തു നിന്ന് ഈ തിരുവാതിര സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ കൈകൊട്ടിക്കളി സംഘം 2 വർഷം മുന്നേ ഇവിടെ ആരംഭിക്കുന്ന സമയത്ത് എല്ലാവരും ഈ നമ്മുടെ ദേശത്തെ എല്ലാവരെയും സംബന്ധിച്ച് നമ്മുടെ സാരഥ കുടുംബവും വളരെയധികം യശസ്സിൽ എത്തിക്കാൻ വേണ്ടി പല ആളുകളിലും നമുക്ക് പ്രചോദനം നൽകുന്നവരാണ് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ചിന്തും മൊഴി ചന്ദ്രമോടെ ഗോപന്മാരാ കൂടരോടൊത്തും കാട്ടിലേക്കായി കാലി വെച്ചു പുറപ്പെട്ടു മണിവർണ്ണൻ മകരാഗ സമരൂ ബഹുതര മലർ കോർത്തോലർ മാല തൊഴുങ്ങി ശ്രീകാരുണ്ണിത നെഞ്ചിൽ വിരവോടെ വിളങ്ങിന ശ്രീവത്സ മറുകിനെ നലമോടിയിൽ ചിന്തും മൊഴി ചന്ദ്രമോടെ ഗോപന്മാരാ കൂടരോടൊത്തും കാട്ടിലേക്കായി കാലി വെച്ചു പുറപ്പെട്ടു മണിവർണ്ണൻ അമ്മയുയർത്തിക്കൊമ്പൻ തുമ്പങ്ങൾ അമ്മ കുറിച്ചിടുന്നു
വാക്കിലെ സത്യമാസത്യങ്ങളും വാക്കിലെ സത്യമാസത്യങ്ങളും കണ്ടിരിക്കുന്നതിനായി ശ്രീദേവി പ്രഭാകർ അത് പാത്രം പിടിച്ചേ പിന്നെ ഓക്കെ